ഞാൻ ഈ ഫീൽഡ് ഇറങ്ങിയിട്ട് 30 കൊല്ലത്തോളമായിട്ട് നമ്മളുടെ പ്രേക്ഷകർക്കായിട്ട് നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് നമസ്കാരം. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഈ ഫീൽഡിൽ, ഈ കട്ടപ്പണി കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ബിന്നി ചേട്ടനാണ്. ഇപ്പോൾ പോറോത്തോമിന്റെ വർക്ക് മെയിനായിട്ട് നമ്മുടെ വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മളുടെ പ്രേക്ഷകർക്കായിട്ട് നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? എത്ര വർഷമായിട്ടുണ്ടാവും ഈ ഒരു ഞാൻ ഈ ഫീൽഡ് ഇറങ്ങിയിട്ട് 30 കൊല്ലത്തോളമായിട്ട്. 30 കൊല്ലത്തോളം ഈ തൃശ്ശൂർ ടൗണിലും പരിസരങ്ങളിലും ഒരുപാട് വീടുകളും ഒരുപാട് ബിൽഡേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടേക്ക് പോയിട്ട് ചെയ്തിട്ടുള്ളത് ഇഷ്ടിക പണി, സിമന്റ് കട്ട, കല്ല് തുടങ്ങിയ മെറ്റീരിയലുകൊണ്ടാണ് ആ കാലങ്ങളിലൊക്കെ നന്നായിട്ട് ചെയ്തിരുന്ന വീടുകളൊക്കെ. അത് കോസ്റ്റ് കൂടുകയും കാര്യങ്ങൾ ചെലവേറുകയും പണിക്കാരുടെ ലേബർ പ്രശ്നങ്ങൾ വരികയും മെറ്റീരിയലിന്റെ വില കൂടുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഈ കട്ടയിലേക്ക് കടന്നു. ഈ കട്ടപ്പണിയാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ ഭംഗി. അപ്പോൾ 2 ഭാഗം തേക്കണ്ട, നമുക്ക് ആ പോയിന്റിങ് കഴിഞ്ഞിട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനുള്ളൊരു ഭംഗി. അതുപോലെ ഒപ്പം തന്നെ വയറിങ് കഴിഞ്ഞ് പോകണ ഇതിന്റെ കൂടെ. അപ്പൊ നമുക്കൊരു വീടിന്റെ ചെലവ് കുറഞ്ഞുകൊണ്ടിരിക്കണം. അതുപോലെ ഒപ്പം തന്നെ ലിൻഡിലുകള്, കോൺക്രീറ്റുകള്, കാര്യങ്ങള് അത് നമ്മൾ ചെയ്യാന്ന് പറയുമ്പോൾ ലിൻഡിലൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ കട്ടര ഗ്യാപ്പൊക്കെ എടുത്തിട്ട് അതിൽ നമ്മൾ കമ്പി കെട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് കൈയോടെ തന്നെ കയറി പോകണം. അപ്പൊ ഒരു സെൻട്രിങ്ങാരുടെ കുറെ കോസ്റ്റ് കുറവ്, അവരുടെ പണിക്കാശും കാര്യങ്ങളും കുറെ ലാഭം. അതുപോലെ തന്നെ ഇതിന്റെ മിഷൻ കല്ല്, ഇഷ്ടിക സാധനങ്ങളൊക്കെ ചെയ്യാം. മിഷൻ കല്ലിക്ക് ഒരു കല്ല്, കണ്ണൂർ കല്ലൊക്കെ വരിക 50 കിലോ അടുക്ക് വെയിറ്റ് ആണ്. നമ്മൾ ആ വീടിന്റെ മുകളിലേക്ക് 50 കിലോ വെയിറ്റ് കയറ്റാന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 100 കല്ല് കയറ്റി എത്ര വെയിറ്റ് ആയി. അപ്പൊ നമ്മൾ ഈ കട്ടകള് കാര്യങ്ങള് ഞാനിപ്പോ പറയുന്നത് ഇതിപ്പോ നമ്മള് റൂമില് അപ്സ്റ്റേറും കൂടി പോകുന്ന ഒരു വീടാണ്. അപ്പൊ നമ്മളത് BP ബ്രിക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ മൂലയിൽ കണ്ട. അപ്പൊ അത് നമുക്കൊരു ഹെവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഓരോ മൂലകൾ വരുന്നോട് നമ്മൾ ഹെവി ആക്കാൻ വേണ്ടിയിട്ട് അപ്സ്റ്റേർ പോകുമ്പോൾ ഈ വിനോദത്തിന്റെ കട്ടയില് മറ്റേ ഹെവി കിട്ടാൻ വേണ്ടി BP കൂടി കയറ്റി വിടുന്നു. മൂലകളും അതുപോലെ കയറ്റിയിട്ടുണ്ട് നമ്മൾ എക്സ്ട്രാ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കട്ടയുടെ സ്ട്രെങ്ത് മാത്രമല്ല, അതിന്റെ കൂടി സ്ട്രെങ്ത് കിട്ടുമ്പോൾ പില്ലറിന്റെ ഗുണം നമുക്ക് കിട്ടണേ. അപ്പൊ അത് അങ്ങനെ വന്നിട്ട് അപ്പൊ ഈ മുകളിലും കൂടി ചെയ്യാം. പിന്നെ കാണുമ്പോൾ നമുക്ക് അതിന്റെ റൂഫ് കോൺക്രീറ്റ് ചെയ്യാം, ധൈര്യമായിട്ട് കോൺക്രീറ്റ് ചെയ്യാം. കണ്ട കാലത്ത് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള കാരണത്താൽ ഞാൻ പറയുന്നത് ഒരു ക്രാക്കുകളോ കാര്യങ്ങളോ അതുപോലെ ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇതേവരെ ഞാൻ വന്നിട്ട് ഒരു 10, 30, 40 വീടാണ് ഞാൻ പോയി പണിതുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂ ആയിട്ട് പണിതുകൊണ്ടിരിക്കുന്ന വീടുകളാണ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും ചെയ്യുമ്പോൾ ജനങ്ങളുടെ ഒരു സന്തോഷം കാര്യങ്ങളും അടുത്തുള്ള ആൾക്കാർ കാണുമ്പോൾ ഒരു ഭംഗി. അപ്പൊ അതൊക്കെ വന്നിട്ട് എത്ര പേര് അന്വേഷണം കാര്യങ്ങൾ വരും തരും നമ്മുടെ അടുത്ത് വന്നിട്ട് വർക്കുകളും കാര്യങ്ങളും ചോദിച്ചറിയണു, അതിന്റെ കമ്പനിക്ക് ഓവറോൾ കൊടുക്കണു, നിങ്ങൾ തന്നെ പോയി പണിയണു. അപ്പൊ അതെല്ലാവർക്കും ഒരു വീട്. അതുപോലെ മാത്രമല്ല, നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോറൊക്കെ ഒരു അർത്ഥം കൂടി ഇട്ടായില്ലേ. അതായത് ഇതിന്റെ ഒരു ടൂറിസ്റ്റ് വില്ലകളും കാര്യങ്ങളൊക്കെ പോലെയുള്ള വരുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പൊ അതിന് വേണ്ടി മാത്രമേ സജസ്റ്റ് ചെയ്യല്ല. വേറെ ടൈലോട് നമുക്ക് വേണമെങ്കിൽ വിട്ടുപേർ സാധനങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാലും അതൊക്കെ അങ്ങനെ വരിക പിന്നെ എല്ലാവരും കാണുമ്പോഴും അതൊക്കെ അല്ലേ. ഞാനും കുറെ ആൾക്കാരോട് പറയുമ്പോൾ ഞാൻ സജഷൻ ചെയ്യും, താല്പര്യം ചെയ്താൽ മതി, നമുക്ക് അത് മുഴുവൻ ചെയ്തോളും നമ്മൾ പറയുന്നില്ലേ. എന്നാലും ഏത് ടൈലും കയറ്റാനും പണി കഴിഞ്ഞുള്ള ഭംഗിയും കാര്യങ്ങളും ഞങ്ങൾക്കൊരു സംതൃപ്തി. എവിടുന്ന് പോയാലും ആര് പോയാലും കണ്ടാലും ആ വീട് നന്നായി കിട്ടാം. രണ്ടാളൊരു അഭിപ്രായം പറയാനല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ലൊരു വർക്കും ചൂട് കുറവ് 4-5% നമുക്ക് സാധാരണ കട്ടപ്പണിനേക്കാൾ 4-5% ഉള്ളിലേക്ക് ചൂട് കുറവ് തന്നെയല്ലേ. ഇത്രയും അയറും കാര്യങ്ങളും ബസ് തന്നെയല്ലേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ. നമുക്ക് പിന്നെ അതുപോലെ വയറും കാര്യങ്ങളൊക്കെ ഉള്ളിലൂടെ പോയി ഏറ്റവും കാര്യങ്ങളൊക്കെ വന്നു. അതിന്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ പണിയാണെങ്കിലും നമുക്ക് ആ ചൂടിന്റെ ഡിഫറൻസ് ഇതിപ്പോ നമുക്ക് തേക്കാം. ഇതിപ്പോ HP ബ്രിക്കാണ് നമ്മുടെ. ഇതിപ്പോ ഭയങ്കര റഫും കാര്യങ്ങളാണ്. നമുക്ക് ഇതിന് ഗ്രൗട്ട് വെച്ചിട്ട് സാധാരണ വീട് തേക്കുന്ന പോലെ തേച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു ഉറപ്പുറവില്ല. ഇനിയിപ്പോ നമുക്കൊരു 2 ചുമര് മാത്രം തേക്കേണ്ട വെച്ചാൽ തേച്ചിട്ട് ബാക്കി കുറച്ച് ഭാഗം നിർത്തിക്കോ, നിർത്തിക്കോ, കാണാൻ നല്ല ഭംഗി തന്നെയല്ലേ. അതിന് എന്തായാലും നല്ല ഫോട്ടോസോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിർത്തി വെച്ചാൽ അത്രയും നല്ല ഭംഗിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ടൂറിസ്റ്റ് നമ്മളൊക്കെ 5000-6000 രൂപയ്ക്ക് എടുത്തിട്ട് ഓരോ ഭാഗങ്ങളിൽ പോയിട്ട് 10000 രൂപയ്ക്ക് എടുത്തിട്ട് ഒരു റൂമിനെ കൊടുത്തിട്ട് നമ്മൾ ഒരു 5 വീട് താമസിക്കുന്നത്. അതിനേക്കാളും ഭംഗിയിലും ഇവിടെ വീട്ടിൽ താമസിച്ചൂടെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഇത് ചൂടുകട്ടിയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കമ്പയർ ചെയ്യണത് എപ്പോഴും ചൂടുകട്ടിയും വെട്ടുകല്ലും ഇതും വെച്ചിട്ടാണല്ലോ. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഗുണങ്ങൾ അതിന്റെ ഗുണങ്ങൾ അത് അങ്ങനെ ഒന്നും പറയും. ചൂടുകട്ടയ്ക്ക് ഒരു 10-12 കട്ട വേണം. ഈ ഒരു കട്ട പണിയണമെങ്കിൽ 12 കട്ടയിലേക്ക് വേണം. ഒരു കട്ടയ്ക്ക് 10 രൂപ 12 രൂപ കട്ടയ്ക്ക് വില വരും. നല്ല കട്ട കിട്ടണം. അത് ആ കട്ടയുടെ പകരം അതിന് സിമെന്റ് വേണം, മണല് വേണം, ലേബർ കോസ്റ്റ് കൂടും. ഒരാൾ എന്നിട്ട് എത്ര കട്ട പണിയും? 200-300 കട്ട ഒരു ദിവസം പണിയും. അത് ലേബർ കോസ്റ്റ് എന്തോരം വരും? ആ നേരം കൊണ്ട് ഇത് എത്ര വേഗം പണി കഴിയും. അത്രയും വെയിറ്റ് കുറവ്. വീട് നമ്മൾ ഉള്ളിലിരിക്കണം, വീടിന്റെ ഉള്ളിൽ മുകളിൽ ഇത്രയും വെയിറ്റ് 50 കിലോന്റെ കല്ല്, 1000 കല്ല് കയറ്റി എത്ര വെയിറ്റ് ആയി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അപ്പൊ അത്ര പേടിക്കാണ്ട് ധൈര്യമായിട്ടിരിക്കാം. ഇതിപ്പോ സേഫ്റ്റിക്ക് യാതൊരു കുറവുമില്ല. കണ്ടമാനം പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് നമുക്ക് പണിയാം. എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയണു, ഈ വർക്കിലേക്ക് വരാണ് ഞാൻ പറയാം. ഇപ്പോഴത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നിൽക്കുന്നത്. സാധാരണ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനാണല്ലോ.
നമുക്ക് വീടിന്റെ ഉള്ളിൽ സമാധാനമായിട്ടിരുന്നൂടെ, സന്തോഷമായിട്ടിരിക്കാം. അതെ, അതെ. അങ്ങനെ ഒരു ചേട്ടൻ ഇപ്പൊ സ്വന്തം വീട് പണിയുമ്പോ ഈ കട്ട ഞാൻ എന്റെ വീട് പണിയിട്ടെങ്കിൽ ഒരു വീട് പണിയിട്ട് ഞാൻ ഈ കട്ടോണ്ട് പണിയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലായില്ല. നിങ്ങൾ തന്നെ പണിയുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് വെയിലത്തുനിന്ന് പണിയുമ്പോൾ ഈ കട്ട നിറഞ്ഞിട്ടുള്ള കൂളിംഗ് വരുന്നതും മറ്റേ കൂളിംഗ് വരുന്നതും നമുക്ക് കണ്ടപ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ചേട്ടാ താങ്ക് യു സോ മച്ച്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചല്ലോ. താങ്ക് യു സോ മച്ച്. ശരിയാവും, അപ്പൊ വർക്കൊക്കെ നല്ല ഉഷാറായിട്ട് നല്ലതായിട്ട് നടക്കട്ടെ, നമുക്ക് ഭംഗിയായിട്ട് നടത്താം. അതെ, ശരി. ഓക്കെ, ശരി.